നമസ്കാരം. പ്രധാന വാർത്തകളാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കായി സമവായ ശ്രമത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിർണായക കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നു. നേതാക്കളെ ഒറ്റയ്ക്ക് കാണുന്നു. കെസിയെ നിർദ്ദേശിക്കാൻ ഹൈക്കമാൻഡ് നീക്കം. MLA-മാരുടെ എണ്ണം മാനദണ്ഡമാക്കും. സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് 3 നേതാക്കളും. ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് സണ്ണി ജോസഫ്. ചർച്ച തുടരവെ കോൺഗ്രസിൽ വീണ്ടും ഫ്ലക്സ് പോസ്റ്റർ പോര്. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে വിധി দ্বারা സ്ഥാപിത. പശ്ചിമബംഗാളിൽ പുതുചരിത്രം. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യ BJP സർക്കാർ അധികാരമേറ്റു. 5 മന്ത്രിമാരും അധികാരമേറ്റു. ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും NDA മുഖ്യമന്ത്രിമാരും. തമിഴ്നാട്ടിൽ ഭരണം ഉറപ്പിച്ച് വിജയ്. ഗവർണറെ കണ്ട് കത്ത് നൽകും. ലോക്ഭവനിൽ നിലപാട് നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPM-ന് രൂക്ഷ വിമർശനം. പാലായിലടക്കം CPM ക്രോസ് വോട്ട് ചെയ്തു. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും വിമർശനം. ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി. നിയമനം നിലവിലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ വിരമിക്കുന്ന ഒഴിവിൽ ഈ മാസം 30-ന് സ്ഥാനമേൽക്കും. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ ജയ്പൂരിൽ. സെമി സാധ്യത സജീവമാക്കാൻ ഗുജറാത്തിന് ജയം അനിവാര്യം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കായി കോൺഗ്രസിൽ നിർണായക ചർച്ചകൾ. ഖർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടക്കുകയാണ്. MLA-മാരുടെ പിന്തുണ മാനദണ്ഡമാക്കും. KC വേണുഗോപാലിനെ നിർദ്ദേശിക്കാനാണ് സാധ്യത. കടുത്ത നിലപാടെടുക്കുകയാണ് VD സതീശൻ. സീനിയോറിറ്റി ഉന്നയിച്ച് ചെന്നിത്തലയും. VD സതീശൻ അനുകൂല പ്രകടനങ്ങൾ അച്ചടക്ക ലംഘനമാണ് എന്നാണ് വിലയിരുത്തൽ. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് AICC നേതൃത്വം കാണുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ അവരവരുടെ ഒരു ചരടുവലി ഇപ്പോഴും നേതാക്കൾ തുടരുന്നു എന്നുകൂടി കരുതുകയാണ്. KC വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിക്കാനുള്ള ഒരു സാധ്യത കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അഖില, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ തുടരുകയാണ്. യോഗം ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുന്നു. അതായത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളുമായി മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. നേതാക്കളുമായി പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ MLA-മാരുടെ പിന്തുണ മാനദണ്ഡമാക്കിക്കൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാനുള്ള ചർച്ചകളും യോഗത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് എത്താൻ സാധിച്ചിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്താൻ UDF-നും കോൺഗ്രസിനും സാധിച്ചുവെങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചില്ല. നേരത്തെ കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലെത്തി നിയമസഭാ കക്ഷി യോഗം ചേർന്നു. സാധാരണഗതിയിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാരുടെ പിന്തുണ പരിശോധിച്ച് അവിടെ ഒരു നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നതാണ് ശൈലിയെങ്കിലും അവിടെ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്ന ഒറ്റവരി പ്രമേയം പാസാക്കിക്കൊണ്ട് പന്ത് നേരെ ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്കായിരുന്നു കേന്ദ്ര നിരീക്ഷകർ വെച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് എന്ത് തീരുമാനമെടുക്കും, ഒപ്പം രാഹുൽ ഗാന്ധി ഈ ചർച്ചകളിൽ എന്ത് അഭിപ്രായം അല്ലെങ്കിൽ തീരുമാനം മുൻപോട്ട് വയ്ക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഏതായാലും MLA-മാരുടെ പിന്തുണ ഒരു മാനദണ്ഡമായി പരിഗണിക്കേണ്ടതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ MLA-മാരുടെ പിന്തുണ പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും KC വേണുഗോപാലിനാണ് സാധ്യതയുള്ളത്. നിലവിൽ 50ഓളം MLA-മാരുടെ പിന്തുണയുള്ളത് KC വേണുഗോപാലിന് തന്നെയാണ്. പക്ഷേ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ തീർച്ചയായും ഒന്ന് VD സതീശൻ കടുത്ത നിലപാടിലേക്ക് പോകാൻ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാരിൽ മറ്റ് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ളതും അതിനപ്പുറത്തേക്ക് സംഘടനയ്ക്കുള്ളിൽ ചില പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. കൂടാതെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും അതൃപ്തി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം അതൃപ്തികൾ മറികടക്കാൻ പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ
ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടല്ലോ. കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ MLA സ്ഥാനം പോലും ഒഴിയാൻ താൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ നീക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി കാര്യങ്ങൾ വരികയാണെങ്കിൽ VD സതീശൻ. അഖില, തീർച്ചയായും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. കാരണം ഞാനിപ്പോഴുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്കകത്ത് അടച്ചിട്ട മുറിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, കൂടാതെ VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള നേതാക്കൾ, സണ്ണി ജോസഫ് എന്നീ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ യോഗത്തിനകത്ത് എന്ത് കൃത്യമായ തീരുമാനമുണ്ടായി എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പറയാൻ സാധ്യമല്ല. നേരത്തെ സൂചിപ്പിച്ചതെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ്. അതായത് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ വളരെ വ്യക്തമായി VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കടുത്ത നിലപാടിലേക്ക് അഖില ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ, ഈ നേതാക്കൾ, പ്രവർത്തകർ ചേരിതിരിഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കടുത്ത നിലപാട് VD സതീശൻ സ്വീകരിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. അതല്ല കെ.സിയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള, VD സതീശനെ അനുനയിപ്പിച്ചുകൊണ്ട്, രമേശ് ചെന്നിത്തലയും അനുനയിപ്പിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ചർച്ചകൾ ഹൈക്കമാൻഡ് നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ 10 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ കോൺഗ്രസിന് UDFന് ഭരണം ലഭിക്കുന്നത്. ആ ഭരണം ലഭിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസവും പരസ്യപ്പോരിലേക്കും തുടർന്നു പോയി കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും എന്ന വിലയിരുത്തൽ വളരെ കൃത്യമായി ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെയും ഇന്ന് രാവിലെയുമായും എല്ലാം നടന്ന VD സതീശന് അനുകൂല പ്രകടനങ്ങൾ അത് അച്ചടക്ക ലംഘനമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുള്ളത്. ഈ പ്രകടനങ്ങൾ സംബന്ധിച്ച്, VD സതീശന് അനുകൂല പ്രകടനങ്ങൾ സംബന്ധിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വിശദമായൊരു റിപ്പോർട്ട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് നൽകിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷി അത് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ചൂണ്ടിക്കാട്ടിയതും അച്ചടക്ക ലംഘനം നടന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോഴും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ പാർട്ടിക്കുള്ളിൽ നേതാക്കൾ ചേരിതിരിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്കോ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള സമവായ ചർച്ചകൾ തീർച്ചയായും ഹൈക്കമാൻഡ് മുൻപോട്ട് വയ്ക്കും. അതുകൊണ്ട് തന്നെയാണ് ചർച്ച നീണ്ടുപോകുന്നത്, പ്രഖ്യാപനം വൈകുന്നത്. ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ചർച്ച കഴിഞ്ഞ് നേതാക്കൾ പിരിഞ്ഞാൽ പോലും ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ, അതല്ല പിന്നീട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് AICCയുടെ ഭാഗത്തുനിന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാണോ ചെയ്യുക? കാരണം അത്തരത്തിൽ തന്നെയാണ് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ശൈലി പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ചർച്ചകൾക്ക് ശേഷം നേതാക്കളെല്ലാം ഒരുമിച്ചോ പുറത്തു വന്നുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച കാര്യം അറിയിക്കും, അതല്ലെങ്കിൽ AICCയുടെ ഭാഗത്തുനിന്നൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കും. ഈ രണ്ട് ശൈലികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഈ ചർച്ച കഴിഞ്ഞ് ചിരിച്ച മുഖവുമായി മുഴുവൻ നേതാക്കളും പുറത്തു വന്ന് മുഖ്യമന്ത്രിയുടെ പേര് പറയുമോ, അതല്ലെങ്കിൽ വീണ്ടും അനിശ്ചിതത്വം തുടരുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന ചർച്ച 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ചർച്ചയിൽ MLA-മാരുടെ പിന്തുണ മാനദണ്ഡമാക്കി മുൻപോട്ട് പോകാമെന്നൊരു പൊതുധാരണ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമാണ് മാനദണ്ഡമെങ്കിൽ തീർച്ചയായും കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ചില മുതിർന്ന നേതാക്കൾ, ഒപ്പം മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDFന്റെ ഘടക കക്ഷികളും കെ.സി. വേണുഗോപാലിനെ ആക്കുന്നതിന് കടുത്ത അതിർത്തി ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഖില, ജിഷ്ണു, ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിക്കേണ്ടി വരില്ലേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്? 63 കോൺഗ്രസ് സീറ്റുകൾക്കപ്പുറം ഘടകകക്ഷികളുടെ പിന്തുണ കൂടി വേണമല്ലോ മന്ത്രിസഭാ രൂപീകരണത്തിനൊക്കെ. അഖില, തീർച്ചയായും ഹൈക്കമാൻഡ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചും ചർച്ച ചെയ്തും തന്നെയായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ പരസ്യമായി തന്നെ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. VD സതീശന് അനുകൂലമായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. കൂടാതെ മറ്റ് ഘടകകക്ഷികളും നിലവിൽ UDFനെ മുൻപോട്ട് കൊണ്ടുപോയ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നയിച്ച VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളതാണ്. കാരണം കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ആ സമയത്ത് പ്രചാരണത്തിൽ ശക്തമായ സാന്നിധ്യമായിരുന്നുവെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു ധാരണയിൽ കേരളത്തിലേക്ക് എത്തിയിരുന്നില്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന തൊട്ടുപുറകെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള വളരെ കൃത്യമായ ചരടുവലി കെ.സി. വേണുഗോപാൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം MLA-മാരും, കോൺഗ്രസിൽ നിന്ന് വിജയിച്ചു വന്ന 90% MLA-മാരും കെ.സി. വേണുഗോപാലിനുള്ള പിന്തുണയാണ് കേന്ദ്ര നിരീക്ഷകരോട് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ നിലവിൽ ഈ തീരുമാനമെടുക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും രാഹുൽ
രാഹുൽ ഗാന്ധി ആയാലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് കെ സി വേണുഗോപാൽ തന്നെയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതും കെ സി വേണുഗോപാലിനാണ്. അതുകൊണ്ട് MLA-മാരുടെ പിന്തുണ മാനദണ്ഡമാക്കിക്കൊണ്ട് കെ സി കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമോ, ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. അത്തരത്തിലൊരു പ്രഖ്യാപനം എടുത്താൽ നേരത്തെ അഖില ചൂണ്ടിക്കാട്ടിയതുപോലെ VD സതീശൻ പക്ഷത്തു നിന്ന് കടുത്ത അതൃപ്തി ഉണ്ടാകും, UDF-ന്റെ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടാകും, ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കും, കെ സി വേണുഗോപാലിന് വേണ്ടി നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫോർമുല മുൻപോട്ട് വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കുക. അതിനുള്ള എത്രത്തോളം സാധ്യതയുണ്ട്, എന്ത് തീരുമാനമെടുക്കും എന്ന് നോക്കിക്കാണണം. ഒരിക്കൽ കൂടി ഈ 3 നേതാക്കളുടെയും അവകാശവാദം പരിശോധിക്കുമ്പോൾ കെ സി വേണുഗോപാലാണ് MLA-മാരുടെ പിന്തുണ മുൻപോട്ട് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏറ്റവും ശക്തമായി അവകാശവാദം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തൻ്റെ നേതൃത്വത്തിലാണെന്നും UDF-ന്റെ ഘടകകക്ഷികളുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ള ശക്തമായ വാദം VD സതീശൻ മുൻപോട്ട് വയ്ക്കുന്നു. ഒപ്പം ഭരണപരിചയവും മുതിർന്ന നേതാവ് എന്ന പരിഗണന നൽകണം എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. ഒപ്പം മുൻപ് പല ഘട്ടങ്ങളിലും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ പല നേതാക്കൾക്കും വേണ്ടി മാറി നിന്നിട്ടുണ്ട് എന്ന കാര്യവും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഈ 3 നേതാക്കളും അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഒറ്റ പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. കെ സിയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തിയെങ്കിൽ പോലും ഒറ്റ പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് ഇന്നത്തെ ഈ ഒരു യോഗം കഴിഞ്ഞതിന് ശേഷം നേതാക്കളെല്ലാം ഒരുമിച്ച് പുറത്തു വന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമോ, അതല്ലെങ്കിൽ ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യം ബാക്കി നിൽക്കുമോ എന്നതാണ്. അഖില. ശരി ജിഷ്ണു, ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിർണായകമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. ഏതായാലും VD സതീശൻ MLA സ്ഥാനം ഒഴിയാൻ വരെ തയ്യാറായി. പറവൂരിൽ കെ സി വേണുഗോപാൽ മത്സരിക്കട്ടെ എന്നുള്ള തരത്തിലേക്കൊക്കെ ചർച്ചകൾ കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നിലപാട് അറിയേണ്ടത് ഹൈക്കമാൻഡിൻ്റെതാണ്. അടുത്ത മണിക്കൂറുകളിൽ ഒരു പക്ഷേ ആ തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഇന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം സമവായത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും പരസ്യ പ്രതിഷേധം പാടില്ല എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. തീരുമാനം പെട്ടെന്നുണ്ടാവും. ഇന്നത്തെ മീറ്റിംഗ് കഴിയട്ടെ. അതിനായിരിക്കും AICC പരിശ്രമിക്കുക. ഈ വിഷയത്തിൽ KPCCയുടെ നിലപാട് നിർണായകമായി. AICCക്ക് വിട്ടല്ലോ പൂർണ്ണമായിട്ടും. പ്രതീക്ഷിക്കുന്നു. സീനിയോറിറ്റി ഒന്നും മുഖ്യമന്ത്രി തീരുമാനത്തിൽ ബാധകമാക്കേണ്ട കാര്യമില്ല എന്ന് K മുരളീധരൻ. MLA-മാരുടെ പിന്തുണയും ഘടകകക്ഷികളുടെ പിന്തുണയും തീരുമാനത്തിൽ ഘടകമാകും. ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയതുകൊണ്ടോ ഒന്നും തീരുമാനമാകില്ല. പ്രകടനങ്ങൾ നടത്തുന്നത് ശരിയല്ല. ഫ്ലക്സിൽ തുപ്പുന്നവർ കോൺഗ്രസുകാരല്ലെന്നും മുഖ്യമന്ത്രി പട്ടികയിൽ തന്റെ പേര് വിട്ടുപോയതാകാമെന്നും K മുരളീധരൻ പറഞ്ഞു. ഫ്ലക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയതുകൊണ്ടോ ഒന്നും തീരുമാനം വരില്ല. തീരുമാനം ആവേണ്ട സമയത്താവും. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെന്റ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി തർക്കത്തിൽ വിമർശനവുമായി KC ജോസഫ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തെരുവിലേക്ക് കൊണ്ടുപോകുന്നു എന്നത് വളരെ അപകടകരമായതാണെന്നും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും KC ജോസഫ്. മലർന്നു കിടന്ന് തുപ്പിയാൽ മുഖത്തെ വീഴൂ. പ്രതിഷേധക്കാർ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തെ പോലും അപമാനിച്ചു. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരെന്ന അനിശ്ചിതത്വം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് പലയിടത്തും ഫ്ലക്സ് യുദ്ധം തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ VD സതീശനെതിരെ KC വിഭാഗം വലിയ ഫ്ലക്സ് സ്ഥാപിക്കുകയും മുദ്രാവാക്യം പോസ്റ്ററായി പതിക്കുകയും ചെയ്തു. അതേസമയം കോതമംഗലത്ത് VD സതീശനെ അനുകൂലിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രകടനങ്ങളും ഫ്ലെക്സുകളും പതിക്കരുതെന്ന നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിയാണ് KC വേണുഗോപാൽ അനുകൂലികളും VD സതീശൻ അനുകൂലികളും എതിർത്തും അനുകൂലിച്ചും ഇന്നും ഫ്ലെക്സ് പോസ്റ്റർ പോര് തുടരുന്നത്. ഇന്നലെ തലസ്ഥാനത്തു നടന്ന VD അനുകൂല പ്രകടനത്തിൽ നശിപ്പിച്ച KCയുടെ ഫ്ലെക്സിന് സമീപമാണ് ഇന്ന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ലെന്നെഴുതിയ പുതിയ ഫ്ലെക്സ് എത്തിയത്. ഇതിൽ VD സതീശനോട് 3 ചോദ്യങ്ങളും എഴുതി ചോദിക്കുന്നു. കൂലിക്കിറക്കിയ ആളെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയെന്ന് പറഞ്ഞേക്ക് എന്ന പോസ്റ്ററും VDയുടെ ഫ്ലെക്സിൽ പതിച്ചിട്ടുണ്ട്.
കോഴിക്കോട് VD സതീശന്റെ ഫ്ലെക്സിൽ കരിയോയിൽ പ്രയോഗമാണ് നടത്തിയത്. DCC ഓഫീസിന് സമീപത്ത് സ്ഥാപിച്ച ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചത്. സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യബന്ധമോ എന്നും അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ ആൽവിയുമായി സതീശന്റെ രഹസ്യ കൂടിക്കാഴ്ച എന്തിനാണെന്നും കോഴിക്കോട്ടെ കോൺഗ്രസുകാർ എന്ന പേരിൽ ഫ്ലെക്സ് ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ആലപ്പുഴ പൂങ്കാവിൽ KC വേണുഗോപാലിനെതിരെയാണ് ഫ്ലെക്സ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന അത്യാഗ്രഹികൾ വടക്കാഞ്ചേരി ഓർമ്മിക്കണമെന്നാണ് കോൺഗ്രസ് സഹയാത്രികർ എന്ന പേരിലുള്ള ഫ്ലെക്സിൽ പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് VD സതീശനെ അനുകൂലിച്ചും പ്രകടനം നടന്നു. പ്രകടനം PO ജംഗ്ഷനിലെത്തിയപ്പോൾ KC വേണുഗോപാലിനെ അനുകൂലിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് VD അനുകൂലികൾ നശിപ്പിച്ചു. 200ഓളം പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് സമാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. VD സതീശിന് പിന്തുണയുമായി എക്സൈസ് ഉദ്യോഗസ്ഥർ. കൊല്ലം ചാത്തന്നൂരിൽ എക്സൈസ് ഓഫീസിലെ സതീശിന് അനുകൂല മുദ്രാവാക്യം വിളിച്ച ഉദ്യോഗസ്ഥർ എക്സൈസ് ഡ്യൂട്ടി കമ്മീഷണർ ഓഫീസിനുള്ളിൽ UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് പടക്കവും പൊട്ടിച്ചു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ VD സതീശിനായി പ്രകടനം. VD സതീശിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഈരാറ്റുപേട്ട ടൗണിലാണ് പ്രകടനം നടത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിൽ 50ഓളം വരുന്ന പ്രവർത്തകർ പ്രകടനം നടത്തുകയായിരുന്നു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന മൂന്നിലൊരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. ഫ്ലക്സ് കീറൽ, കരിയോയിൽ പ്രയോഗമൊക്കെ സമ്മർദ്ദ തന്ത്രങ്ങളാണ്. രണ്ടല്ല, എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടാനുള്ള ശക്തിയും കോൺഗ്രസിനുണ്ട്. വ്യവസ്ഥാപിതമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനൊരു വ്യവസ്ഥാപിതമായ സിസ്റ്റമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് MLA-മാരോട് ജനപ്രതിനിധികളോട് ചോദിക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം? നിങ്ങൾ പറയുന്നത് ചാനലുകാരുടെ അഭിപ്രായം വെച്ചെടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങേയറ്റം തെറ്റാണ്. അതായത് ഈ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ. കരിയോലി ഒഴിക്കുന്നതാണെങ്കിലും ഫ്ലക്സ് വെക്കുന്നതാണേലും ഇതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ പാടില്ല. സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിത മാർഗമുണ്ട്. ആ മാർഗം അനുസരിച്ച് മാത്രമേ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയുള്ളൂ. പശ്ചിമബംഗാളിൽ പുതുചരിത്രം കുറിച്ച് BJP. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പശ്ചിമ ബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബംഗാളി ഭാഷയിൽ ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে സുവേന്ദുവിനൊപ്പം ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കൃത്താനിയ, ക്ഷുദിരം തുഡു, നിഷിത് പ്രമാണിക് എന്നീ 5 മന്ത്രിമാരും ചുമതലയേറ്റു. വർഷങ്ങളോളം CPM-നും പിന്നീട് 15 വർഷം തൃണമൂലിനുമൊപ്പം നിന്ന ബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമാണ് ആദ്യ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിതിൻ നബീൻ തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. യോഗി ആദിത്യനാഥ്, ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഭവാനിപൂർ ഉൾപ്പെടെ തൃണമൂൽ കോട്ടകൾ തകർത്തുകൊണ്ട് 207 സീറ്റുകൾ നേടിയായിരുന്നു ബംഗാളിൽ BJPയുടെ മികച്ച വിജയം. കൊൽക്കത്തയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സുവേന്ദു അധികാരിയെ ഐക്യകണ്ഠേന നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ TVK സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകുമെന്ന് സൂചന. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് ലോക്ഭവനിലെത്തി വീണ്ടും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. 3ാം തവണയാണ് ഗവർണറെ കാണാൻ വിജയ് ലോക്ഭവനിലെത്തിയത്. ആദ്യ 2 കൂടിക്കാഴ്ചയിലും 118 MLA-മാരുടെ പിന്തുണ കത്ത് എവിടെയെന്ന് ചോദിച്ച ഗവർണർക്ക് മുന്നിൽ 120 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചാണ് വിജയ് 3ാം വട്ടം എത്തിയത്. 108 MLA-മാരുള്ള TVKയ്ക്ക് കോൺഗ്രസ് 5, CPM 2, CPI 2, മുസ്ലിം ലീഗ് 2, VCK 1 എന്നീ MLA-മാരാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഗവർണർക്ക് പിന്തുണ കത്ത് കൈമാറിയതോടെ വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള അനുവാദം ലഭിച്ചു.
കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPM-നും മുഖ്യമന്ത്രിക്കും വിമർശനം. സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും ഇടതുപക്ഷത്തിന്റെ തോൽവിയുടെ കാരണം മുഖ്യമന്ത്രിയാണെന്നും വിമർശനമുയർന്നു. CPM-ന്റെ പാർട്ടി അണികൾ ക്രോസ് വോട്ടിംഗ് നടത്തിയെന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഗൗരവതരമായി കാണേണ്ടതാണെന്നും അത് CPM പരിശോധിക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന പദവിയിലും ചിഹ്നത്തിന്റെ കാര്യത്തിലും ആശങ്കയില്ലെന്നും എല്ലാ വിഷയങ്ങളും LDF യോഗത്തിൽ മുഖം നോക്കാതെ ഉന്നയിക്കുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റുകളിലാണ് ഞങ്ങൾ മത്സരിച്ചത്. ആ 12 സീറ്റുകളും നമുക്കറിയാവുന്നതുപോലെ വിജയിക്കാൻ കഴിയാതെ പോയി. എല്ലാ സ്ഥാനാർത്ഥികളും, അത് മുൻ MLA-മാരും പുതിയതായിട്ടുള്ള സ്ഥാനാർത്ഥികളും വലിയ ഒരു പോരാട്ടമാണ് നടത്തിയത്. എല്ലായിടത്തും വലിയ ഒരു വിജയപ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് UDF-ൻ്റെ ഒരു തരംഗം എന്ന് തന്നെ പറയാം. അതിൽ പെട്ട് 12 സീറ്റുകളും നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി 14 ജില്ലകളിലും എല്ലാ 140 നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും സംഘടനാബലം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ ഒരു ചോർച്ചയും ഇല്ല. വളരെ ശക്തമായിട്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. പല കാരണങ്ങളുണ്ട്, വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ അടുത്ത പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ് അടുത്ത ചീഫ് ഓഫ് നാവികസേനാ മേധാവി. ഇരുവരും അടുത്ത മാസം ആദ്യം ചുമതലയേൽക്കും. നിലവിലെ സംയുക്ത സൈനിക മേധാവിയായ ജനറൽ അനിൽ ചൗഹാൻ മെയ് 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള NS രാജസുബ്രഹ്മണി പുതിയ സംയുക്ത സൈനിക മേധാവിയായി തലപ്പത്തെത്തുന്നത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി മെയ് 31-ന് വിരമിക്കുന്നതിനെ തുടർന്നാണ് കൃഷ്ണ സ്വാമിനാഥൻ നാവികസേനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഇരുവരും ഏപ്രിൽ ആദ്യത്തോടെ ചുമതല ഏറ്റെടുത്തേക്കും. ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണി സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കും. രാജസുബ്രഹ്മണി 2025 സെപ്റ്റംബർ 1 മുതൽ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ സൈനിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. നേരത്തെ ആർമി സ്റ്റാഫിന്റെ വൈസ് ചീഫായും സെൻട്രൽ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായും സേവനമനുഷ്ഠിച്ചു. നിലവിൽ മുംബൈയിൽ വെസ്റ്റേൺ നേവൽ കമാൻഡറായ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ കാലാവധി 2028 ഡിസംബർ 31 വരെ തുടരും. തമിഴ്നാട്ടിൽ കുടുംബപേരുള്ള ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി 1968 ജൂലൈ 21-ന് മുംബൈയിലാണ് ജനിച്ചത്. നാഷണൽ ഡിഫൻസ് അക്കാദമി, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. 37 വർഷത്തിലധികം നീണ്ട പ്രവർത്തന പരിചയമുണ്ട്. സേവന മികവിനായി പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. 1987 ജൂലൈ 1-ന് ഇന്ത്യൻ നാവികസേനയിൽ നിയമിതനായ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് വാർഫെയർ എന്നിവിടങ്ങളിൽ സ്പെഷ്യലിസ്റ്റാണ്. കണ്ടക്ലോസയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി, രാജ്യത്തിന് പുറത്തുള്ള സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം. അതിവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോഴിക്കോട് വെള്ളിയൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ്സിനുള്ളിൽ ചില യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായാണ് ലുക്കൌട്ട് സർക്കുലർ. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. കേസിൽ വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കും. ഉന്നത വ്യക്തികളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയ കേസിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. MP, MLA-മാർ, ജഡ്ജിമാർ എന്നിവരുടെ പേരിൽ പ്രതികൾ വ്യാജരേഖകൾ നിർമ്മിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേരെ കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. സണ്ണി വർഗീസ്, ഇയാളുടെ ഭാര്യ സിനി വർഗീസ്, സനോജ് എന്നിവരാണ് എറണാകുളത്ത് പിടിയിലായത്. അവയവ കച്ചവടത്തിന് വ്യാജരേഖ തയ്യാറാക്കിയെന്ന കേസിലാണ് അറസ്റ്റ്. പള്ളിക്കരയിലെ സൺ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനാണ് സണ്ണി വർഗീസും സിനിയും. പള്ളിക്കരയിലെ സൈൻ HD സ്റ്റുഡിയോയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവിടുത്തെ ജീവനക്കാരനായ സനോജിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായി ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്.
ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അറിവോടെയാണോ അവയവ കച്ചവട സംഘം ഒപ്പും സീലും ഉപയോഗിച്ചതെന്നതിലാണ് പരിശോധന. കഴിഞ്ഞ ഒക്ടോബറിൽ ആശുപത്രിയിൽ വെച്ച് വടക്കേക്കര സ്വദേശി അവയവദാനം നടത്തിയിരുന്നു. ഈ അവയവദാതാവിനെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നതായി കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ 9 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. തീരദേശ മേഖലകളിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTCയിൽ UDF സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ബാധ്യത കണക്കെടുപ്പ് ആരംഭിച്ച് KSRTC. ഇതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനത്തിന് തുടക്കമായി. ഇത് പ്രകാരം ബസ്സിലെ സ്ത്രീ പുരുഷ ടിക്കറ്റുകളുടെ എണ്ണവും തുകയും പ്രത്യേകം കണക്കാക്കി റിപ്പോർട്ട് തയ്യാറാക്കും. അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് നടപ്പാക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനമാണ് KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സർക്കാർ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കണക്ക് തയ്യാറാക്കുകയാണ് KSRTC. ധനസെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നു മുതൽ KSRTCയിൽ നൽകുന്ന ടിക്കറ്റുകളിൽ സ്ത്രീ, പുരുഷൻ എന്നിങ്ങനെ കൂടി രേഖപ്പെടുത്തുന്നത്. ടിക്കറ്റ് മിഷനുകളിൽ ഇതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. 10 ദിവസത്തെ പഠനമാണ് നടത്തുന്നത്. ഒരു ദിവസവും ഒരാഴ്ചയും എത്ര സ്ത്രീ ടിക്കറ്റുകൾ ഉണ്ടെന്നും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയുമാണ് കണക്കാക്കുന്നത്. KSRTC തയ്യാറാക്കുന്ന റിപ്പോർട്ട് ധനവകുപ്പിനും തുടർന്ന് ഇത് സർക്കാരിനും സമർപ്പിക്കും. കോൺഗ്രസ് മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുത്തേക്കും. KSRTCക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എതിർപ്പാണ് ഉള്ളത്. ഇതിനിടയിലാണ് സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് കണക്കെടുക്കാൻ KSRTC ജനറൽ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ട്രെയിനിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിപിടിയിൽ. കൊല്ലം അയത്തിൽ സ്വദേശി 40 വയസ്സുകാരനായ സാനിഷിനെയാണ് പുനലൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുനലൂർ ചെങ്കോട്ട യാത്രാമധ്യേ പാലരുവി എക്സ്പ്രസിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും മുത്തശ്ശനോടൊപ്പം കേരളത്തിൽ തീർത്ഥാടനത്തിനെത്തിയ ശേഷം മടങ്ങിപ്പോവുകയായിരുന്ന കുട്ടിയെയാണ് ആക്രമണത്തിന് ഇരയാക്കിയത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ പ്ലാറ്റ്ഫോമിനരികെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ അതേ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പ്രതി എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു യാത്രക്കാരൻ ദൃശ്യങ്ങൾ പകർത്തുകയും തന്ത്രപൂർവ്വം പ്രതിയെ നിരീക്ഷിച്ചുകൊണ്ട് പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ഇതോടെയാണ് പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. പിടിയിലായ കൊല്ലം അയത്തിൽ സ്വദേശി 40-കാരൻ സാനിഷ് മുൻപും പീഡനക്കേസിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO PK പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രേംകുമാർ, കണ്ണൻ, ഡാനേഷ്, രതീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം. അമൃത TVയിലെ ജനപ്രിയ റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികളുടെ ഭജൻ ഇനി നേരിട്ട് ജനങ്ങളിലേക്ക്. ഓംകാര ഭജൻസ് എന്ന പേരിലാണ് പുതിയ ഭജന സംഘം എത്തുന്നത്. ഞായറാഴ്ച കൊച്ചിയിലെ അമൃത TV സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാരം ഭജൻസിന്റെ ആദ്യ പരിപാടി നടക്കും. സംഗീത സംവിധായകൻ ശരത്, പിന്നണി ഗായകരായ ഗായത്രി അശോകൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. അമൃത ടെലിവിഷനിലെ ജനപ്രിയ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികൾ ചേർന്നാണ് ഓംകാര ഭജൻസ് എന്ന പേരിൽ ഭജനസംഘവുമായി ജനമനസ്സുകളിലേക്ക് എത്തുന്നത്. ക്ഷേത്രങ്ങളിലും ഭക്തിനിർഭരമായ പൊതുയിടങ്ങളിലും ഓംകാര ഭജൻസിൻ്റെ പരിപാടികളുണ്ടായിരിക്കും. വീടുകളിലും ക്ഷേത്രങ്ങളിലും വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനും കാരണമായിരുന്നു. എന്നാൽ തിരക്ക് പിടിച്ച ഇന്നത്തെ ചുറ്റുപാടിൽ അത്തരം കൂട്ടായ്മകൾ ഇല്ലാതെയായി. അതൊക്കെ വീണ്ടെടുക്കുക എന്നതുകൂടിയാണ് ഭജനയിലൂടെ ഉദ്ദേശിക്കുന്നത്.
ഞായറാഴ്ച കൊച്ചി വൈറ്റിലയിലുള്ള അമൃത ടെലിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാര ഭജൻസിന്റെ ആദ്യ പരിപാടി നടക്കും. അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ മാറാൻ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാൻ വൈകുന്നേരം ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ നാമജപത്തിന് പിന്നിൽ. അപ്പം കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പം അതൊക്കെ പോയി തുടങ്ങി കുടുംബത്തിൽ നിന്ന്. അപ്പം നമ്മൾ വീണ്ടും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവർക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു ഇതിനെക്കുറിച്ചൊരു ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയമായിട്ട് വരുന്നത്. അപ്പം ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് നമ്മളിതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളാണ്. ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇനി സീനിയർ ബാച്ചിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഈ 10 കുട്ടികളെ വെച്ചിട്ടാണ്, സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളെ വെച്ചിട്ട്. സൂപ്പർ സ്റ്റാർ മത്സരാർത്ഥികൾക്കൊപ്പം അമൃത വിദ്യാലയത്തിലെ കുട്ടികളും ഭജൻ ആലപിക്കുന്നുണ്ട്. ചിട്ടയായ പരിശീലനത്തിന് ശേഷമാണ് ഓംകാര ഭജൻസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കൊച്ചിയിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പമുണ്ട്. ഗോപി മദന മുരാരി ഗോപാല കൃഷ്ണ മുരാരി ഗോപി മദന മുരാരി ഗോപാല കൃഷ്ണ മുരാരി നന്ദ നന്ദന ഗോവിന്ദ ഭവനിത ചോര ഗോവിന്ദ. സംഗീതവും ഭക്തിയും എല്ലാം കൂടി ചേരുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് കേരളത്തിലുടനീളം ഓംകാര ഭജൻസിലൂടെ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.